യോനായുടെ പുസ്തകത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അതിന്റെ 1-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാണ്. സ്തോത്രം. അപ്പോ ആ കാലഘട്ടത്തില് അനവധി പ്രവാചകന്മാര് ഉണ്ട്. എന്നാൽ ദൈവത്തിന് യോനയിലൂടെ ഒരു അരുളപ്പാട് നിവർത്തിക്കണമെന്ന് ദൈവത്തിന് എന്ത് തോന്നി? ഇഷ്ടം തോന്നി, അല്ലെ? യോന വിസമ്മതിക്കുമ്പോൾ വേറൊരാളെ ദൈവത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തെരഞ്ഞെടുക്കാം. പക്ഷെ ദൈവം അതല്ല പ്ലാൻ ഇട്ടത്, ദൈവം പദ്ധതി ഇട്ടത് അതല്ല. യോന തന്നെ ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. അതിന് യോന വേണ്ടാന്ന് വെച്ചാലും അല്ലെങ്കിൽ മറ്റുള്ളവർ യോനയിലൂടെ വേണ്ട എന്ന് വെച്ചാലും അതൊരിക്കലും അസാധ്യതയിലേക്ക് എന്ത് ചെയ്യത്തില്ല, പോവുകയില്ല. സ്തോത്രം. ദൈവം നിശ്ചയിച്ചത് എന്ത് ചെയ്യുള്ളൂ, നടക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അരുളപ്പാടുണ്ടായി. യോനയ്ക്ക് എന്തുണ്ടായി? അരുളപ്പാടുണ്ടായി. സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാടാണ്, യഹോവയുടെ അരുളപ്പാടാണ് ഉണ്ടായത്. അല്ലാതെ ഒരു പ്രവാചകൻ വന്നത് യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചിട്ട് കുലുക്കി വെച്ച് പറഞ്ഞു എന്നല്ല അവിടെ കാണുന്നത്. ദൈവത്തിന് നേരിട്ട് യഹോവയുടെ അരുളപ്പാട് ദൈവത്തിൽ നിന്നും അവൻ എന്ത് ചെയ്തു? നേരിട്ട് പ്രാപിച്ചു. അല്ലാതെ ഒരു സഞ്ചാരി ഉപദേശിയെ പറഞ്ഞ് അങ്ങോട്ട് വെച്ചാൽ യോനയുടെ തലയിൽ കൈവച്ച പറ ഇന്നതുപോലെ, അങ്ങനെയല്ല. ദൈവം ഡയറക്റ്റ്. സ്തോത്രം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മളോടും ദൈവം എന്ത് ചെയ്യും? ഡയറക്റ്റ് അരുളപ്പാടുകൾ പറയും. ദൈവം നമ്മളോട് സംസാരിക്കും. പക്ഷെ അത് ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ആത്മീക പക്വത നമുക്ക് വേണം. അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് ഈ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോൾ സ്തോത്രം, ശമൂവേല് വിചാരിച്ചത് ആര് വിളിച്ചെന്നാ? ഏലി വിളിച്ചെന്നാ. പക്ഷെ ഏലി വയസ്സനായി കണ്ണു കണ്ടുകൂടാ, ദർശനമൊക്കെ പോയി, എല്ലാം ശരിയാ. പക്ഷെ പുള്ളിക്കറിയാം ഇത് ആരുടെ ശബ്ദമാണ്. അങ്ങനെ ശമൂവേലേ ശമൂവേലേ എന്ന് ഒന്നിലധികം പ്രാവശ്യം പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദമാണ് എന്ന് ആർക്ക് മനസ്സിലായി? ഏലിക്ക് മനസ്സിലായി. സ്തോത്രം. എന്നിട്ട് ഏലി ആ ബാലനായ ശമൂവേലിനോട് പറഞ്ഞു, ഇനി വിളിച്ചാൽ അടിയൻ ഇതാ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശമൂവേൽ അതുപോലെ കേട്ടു. കേട്ടപ്പോൾ അവൻ ദൈവ ശബ്ദം അവൻ എന്ത് ചെയ്തു? അവൻ കേൾക്കുവാനൊക്കെ വണ്ണമിടയാണ്. സ്തോത്രം. ദൈവശബ്ദം കേൾക്കുവാനിടയാണ്. ഞാൻ പറഞ്ഞത്, ഇവിടെ യോന ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിച്ചു. അരുളപ്പാട് കിട്ടിയ ഉടനെ എന്താണ് അവൻ ചെയ്തതെന്നറിയാമോ? 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകേണ്ടതിന്, നോക്കണം, അരുളപ്പാട് കിട്ടിയവൻ അനുസരിക്കേണ്ടതിന് പകരം അവൻ എന്ത് ചെയ്തു? ദൈവ സന്നിധി വിട്ട് ഓടി. അപ്പോ അരുളപ്പാട് കിട്ടിയപ്പോൾ ഈ പുള്ളിക്കാരൻ എവിടെയായിരുന്നു? ദൈവ സന്നിധിയിലായിരുന്നു. നോക്കുക, യോനാ പ്രവാചകൻ അരുളപ്പാട് കിട്ടുമ്പോൾ എവിടെയായിരുന്നു? ദൈവ സന്നിധി. അരുളപ്പാട് കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ദൈവ സന്നിധി വിട്ട് ഓടിപ്പോവുകയാണ്. നോക്കുക, ദൈവത്തെ വിട്ടവൻ ഓടിപ്പോയി. അതുവരെ ദൈവത്തെ മുറുകെ പിടിച്ചവൻ, അതുവരെ ദൈവത്തോട് കൂടെ ഇരുന്നവൻ, അതുവരെ അവൻ ദൈവ സന്നിധിയിൽ ഇരുന്നവൻ, അരുളപ്പാട് കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? ദൈവ സന്നിധി വിട്ട് ഓടിപ്പോയി. അടുത്ത് നമ്മൾ വായിക്കുന്നത്, കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ എവിടെ പോയി? തർശീസിലേക്ക് പോയി. കൂലി കൊടുത്തു. എന്ത് കൊടുത്തു? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മോട് അരുളപ്പാട് തരുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അത് പ്രാപിച്ച് അതനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഇല്ല എങ്കിൽ യോനായെ പോലെ നമ്മളും എന്ത് ചെയ്യേണ്ടി വരും? കൂലി കൊടുക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വില കൊടുക്കേണ്ടി വരും. യോന എന്ത് കൊടുത്തു? കൂലി കൊടുത്തു. അപ്പൊ നോക്കണമേ, സ്തോത്രം. യോന എന്ത് ചെയ്തു? കൂലി കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ഓടിപ്പോവുകയാണ്. വില കൊടുത്തെന്ന അതിന്റെ അർത്ഥം. കൂലി കൊടുത്തു. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? അവൻ വില കൊടുത്തു, കൂലി കൊടുത്ത് അവൻ ഓടിപ്പോയി. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? അതിന്റെ 4-ാമത്തെ വാക്യം
യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു. എന്തിനാ സമുദ്രത്തിൽ പെരുങ്കാറ്റ് അടിപ്പിച്ചത്? യോന കൂലി കൊടുത്ത്, ദൈവത്തിന്റെ വാക്ക് വിട്ട്, ദൈവത്തിന്റെ സന്നിധി വിട്ട് അവൻ അനുസരണക്കേടിലേക്ക് അവൻ കപ്പൽ കയറുമ്പോൾ കപ്പലിൽ ഒരു കൊടുങ്കാറ്റ് ദൈവം എന്ത് ചെയ്യുകയാണ്? അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വഴി തടയാൻ, അല്ലെ? അവർ കപ്പൽ യാത്ര ചെയ്യുന്ന സമുദ്രത്തിലാണ്. എന്തിനായി കൊടുങ്കാറ്റ് വന്നത്? അവരുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുവാൻ. എന്തിനാ തടസ്സമുണ്ടാക്കിയത്? സ്തോത്രം. കാരണം നമ്മൾ മനസ്സിലാക്കണം, യോനായെ ദൈവം വിളിച്ചത് തർസീസിലേക്ക് പോകാനല്ല, നിനവയിലേക്ക് പോകാനാണ്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൊടുങ്കാറ്റ് യോനായെ ഇല്ലായ്മ ചെയ്യാനല്ല, പിന്നെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു ഈ കൊടുങ്കാറ്റടിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ അടുക്കലേക്ക്, ദൈവസന്നിധിയിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുന്നതിനാണ് ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. ആമേൻ. നോക്കുക, അനുസരണക്കേട് കാണിച്ച യോന കപ്പലിലേക്ക് കയറി. നിങ്ങൾ താഴോട്ട് വായിച്ചാൽ അതിനകത്തിരുന്ന സകല ജനവും നിലവിളിക്കാൻ ഇടയാ. സ്തോത്രം. സകല ജനവും എന്ത് ചെയ്തു? നിലവിളിക്കാൻ. ഒരു യോന മതി, ഒരു അനുസരണം കിട്ടവർ മതി, ഒരു കപ്പലിനകത്തുള്ളവർ മുഴുവനും നിലവിളിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഒരു യോന മതി, ഒരു കുടുംബത്തിനകത്തുള്ളവർ മുഴുവനും കരയാൻ. ഒരു യോന മതി, ഒരു സഭയ്ക്കകത്ത് മുഴുവനും കണ്ണുനീരിന്റെ അനുഭവങ്ങളെ ഉണ്ടാക്കുവാൻ. ഇവിടെ ഒരു യോന. കാരണം സമുദ്രത്തിനകത്ത് പ്രശ്നമായി, കപ്പലിനകത്ത് മുഴുവൻ ആകെ നിലവിളി ഉയരുകയാണ്. ഇനി നിങ്ങൾ അതിന്റെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അതിലെ ചരക്ക് സമുദ്രത്തില് എറിഞ്ഞു. നോക്കുക, അനുസരണക്കേട് കാണിച്ചവൻ കപ്പലിനകത്തുണ്ടെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന സകല നന്മകൾ എന്ത് ചെയ്യുകയാണ്? കടലിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ അരുളപ്പാട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചവൻ അരുളപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന്റെ വഴിയിലേക്ക് അവൻ യാത്ര പുറപ്പെട്ടു. ദൈവം എന്ത് ചെയ്തു? ഒരു കൊടുങ്കാറ്റ് അടിച്ചെന്തിനാ? അവനെ വാഗ്ദത്തത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് അവനെ മടക്കി കൊണ്ടുവരുവാൻ. അതിന് ദൈവം ചില നഷ്ടങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ജീവിതത്തിലൊക്കെ എന്ത് ചെയ്തു? ദൈവം അയച്ചില്ല എങ്കിൽ ഇവനെ മാത്രം അവരെടുത്ത് ദൂരെ കളഞ്ഞു വെച്ച് അവരെല്ലാം കൂടെ എന്ത് ചെയ്തേനെ? പോയേനെ. സ്തോത്രം. എന്നാൽ നോക്കുക, ഇവിടെ ജനത്തിന് നിലവിളിക്കുക യോന ഒരു കാരണക്കാരനായി മാറി. അകത്തുണ്ടായിരുന്ന സകല നന്മകളും വലിച്ചെറിയപ്പെടും, എല്ലാം നഷ്ടപ്പെട്ടു. അവർക്കുണ്ടായിരുന്ന സകലതും എല്ലാം വലിച്ചവരെന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി. ഒടുവിൽ ഇവരെന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകുലപ്പെട്ടുകൊണ്ട് ഓടുമ്പോൾ കപ്പലിന്റെ അടിത്തട്ടിൽ എന്ത് ചെയ്യുക? ഒരുത്തൻ കിടന്ന് സുഖമായി ഉറങ്ങിയ. എല്ലാവരും കിടന്ന് ആവലാതിപ്പെടുന്നു, എല്ലാവരും കിടന്ന് മരണത്തെ മുഖാമുഖമായി കാണുകയാണ്, നിലവിളിക്കുകയാണ്. അന്നേരവും ഒരുത്തൻ ഒന്നും അറിയാത്തവരായി എവിടെ കിടന്നുറങ്ങുന്നു? അടിത്തട്ടി കിടന്ന് എന്റെ ഭാഷ പറഞ്ഞ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ്. സ്തോത്രം. ഈ അടിത്തട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്തോത്രം, ഇവര് ഈ ചരക്കുകൾ വാരി എറിഞ്ഞെറിഞ്ഞ് വന്നപ്പോഴായിരിക്കും അടിത്തട്ടിൽ ഇവരെ കണ്ടത്. ഈ അടിത്തട്ടിൽ ഈ യാത്ര ചെയ്യുന്നവരുടെ സകല യാത്രാ കോപ്പുകളും എവിടെ ഉണ്ട്? ഈ അടിത്തട്ടില് ഉണ്ട്. ഇതെല്ലാ സൗഭാഗ്യങ്ങളും കണ്ടപ്പോ ഇവൻ തല വെച്ച് അതേ കിടന്ന് എന്ത് ചെയ്യുകയാണ്? സുഖമായിട്ട് ഉറങ്ങുകയാണ്. സ്തോത്രം. അവര് ഒരുത്തമെന്ന് പറഞ്ഞു, നിലവിളിക്കടാ. അവിടെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അവനെ ഉണർത്തുകയാണ്. സ്തോത്രം. നോക്കുക, ജാതികൾ വന്ന് അവൻ എന്ത് ചെയ്യുകയാണ്? ഉണർത്തുക. നീ എഴുന്നേൽക്കുക, നീ നിലവിളിക്കുക, നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ തള്ളുകയാ പുറകെ നിന്ന്. എന്നിട്ടും ഇവൻ എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിക്കാൻ അവൻ തയ്യാറായില്ല. സ്തോത്രം. മറ്റുള്ളവർ ഉണർത്തുമ്പോൾ മാത്രമേ ഇവൻ എന്ത് ചെയ്യും? ഗ്ലോറി 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 എന്ന് പറയും. അത് കഴിയുമ്പോ വീണ്ടും അവന് എവിടെയാ? വീണ്ടും മയക്കമാണ്. സ്തോത്രം. നോക്കുക, എല്ലാവരും നിലവിളിക്കുന്നു, യോന ഉറങ്ങുന്നു. സ്തോത്രം. എന്നിട്ട് അവന്റെ സാക്ഷ്യമാണ് 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഉറക്കമാണ്, മറ്റുള്ളവർ ഉണർത്തിയാലേ ഉണരുള്ളൂ എന്നൊക്കെ ശരിയാ. അനുസരണക്കേട് കാണിച്ചു,
ഓടിയതൊക്കെ ശരിയാ, പക്ഷെ അവന്റെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവനോട് ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? വലിയൊരു സാക്ഷ്യമൊക്കെ അവിടെ പ്രസ്താവിച്ചു. അവസാനം ചീട്ട് അവന്റെ പേർക്ക് വീണു. അവനെ കടലിലേക്ക് തള്ളിയിടുവാനായിട്ട് എന്ത് ചെയ്തു? സ്വയം അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. സ്തോത്രം. അവനെ അവരെന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിയുമ്പോ ഒരു മത്സ്യത്തെ ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ച് ആക്കിയിരുന്നു. ശ്രദ്ധിക്കണം, ഈ യോനയുടെ പുസ്തകത്തില് അവൻ കാറ്റിനോട് ദൈവം അടിക്കാൻ പറഞ്ഞപ്പോ കാറ്റ് എന്ത് ചെയ്തു? അടിച്ചു. ഒരു മത്സ്യത്തോട് ഇവനെ വിഴുങ്ങാൻ പറഞ്ഞപ്പോ മത്സ്യം എന്ത് ചെയ്തു? വിഴുങ്ങി, അനുസരിച്ചു. സ്തോത്രം. ആവണക്ക് കുത്തിക്കളയാൻ പുഴുവിനോട് പറഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു? കുത്തിക്കളഞ്ഞു. പക്ഷെ ഇവിടെ മനുഷ്യൻ മാത്രമാണ് എന്ത് ചെയ്തത്? അനുസരണക്കേട് കാണിച്ചത്. സ്തോത്രം. അതുകൊണ്ട് പിന്നത്തെ യോന പറയുന്ന ഒരു ഭാഗമുണ്ട്, 2-ാം അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. വേഗം വായിക്കാം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നോക്കണം, ദൈവസന്നിധിയിൽ ഇരുന്ന് ആലോചന പ്രാപിച്ച യോന അവൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി നിനവയിലേക്ക് ചെന്ന് ദൂതറിയിക്കാതെ അവൻ ദൈവസന്നിധി വിട്ട് ഓടി. ഒടുവിൽ അവൻ എന്തൊക്കെ ചെയ്തെന്നറിയാമോ? ആ വാക്യത്തിൽ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, സ്തോത്രം, ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? യഹോവയോട് യോനെ അരുളപ്പാട് കിട്ടിയപ്പോൾ ആ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട നീ എന്താ പ്രാർത്ഥിക്കാത്തത്? കപ്പലിനകത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു അവസരം തന്നു. എന്താ നീ പ്രാർത്ഥിക്കാത്തത്? പ്രാർത്ഥിച്ചില്ല. അരുളപ്പാട് കിട്ടി, പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? പ്രാർത്ഥിച്ചില്ല. കപ്പലിനകത്ത് എല്ലാവരും കൂടെ പറഞ്ഞു നീ പ്രാർത്ഥിക്ക. എല്ലാവരും പറഞ്ഞു യോനെ ഈ തകർച്ചയ്ക്ക് കാരണം നിന്റെ പ്രാർത്ഥന കുറവാ, ഒന്ന് പ്രാർത്ഥിക്ക, ഒന്ന് നിലവിളിക്ക. അവൻ മൈൻഡ് ചെയ്തില്ല. അവസാനം എന്ത് സംഭവിച്ചു? അവൻ കടലിന്റെ ആഴങ്ങളിലേക്ക് വീഴാനിടെ. ദൈവത്തിന്റെ സ്നേഹം, കരുതൽ അവനെ തകർത്ത് കളയാതെ ഒരു മത്സ്യത്തെ ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചാക്കി. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ കരുതലാണ്. പക്ഷെ പിന്നെ യോന പറയുന്നു, ഞാൻ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? ഞാൻ ഒന്നാമതായി പ്രാർത്ഥിച്ച് അവസാനം സ്വതം 3 ദിവസം എവിടെ കിടന്നെന്നാണ്? ഇതിനകത്തുണ്ടായിരുന്നെന്നാണ്. അപ്പോ ഞാൻ ചിന്തിക്കുന്നത്, 1-ാമത്തെ ദിവസം പുള്ളി എന്ത് ചെയ്ത് കാണും? പ്രാർത്ഥിച്ചു കാണും. 1-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്തത് കൊണ്ട് 2-ാമത്തെ ദിവസം എന്ത് ചെയ്ത് കാണും? അവിടെ വായിക്കുന്നത് യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അല്ലെ? ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. 2-ാമത്തെ ദിവസം പുള്ളി എന്ത് ചെയ്തു? നിലവിളിച്ചപ്പോ ആശ്വാസവും ആലോചനയൊക്കെ കൊടുത്തതാണ്. പക്ഷേ അതിന്റെ അകത്തു നിന്നൊരു മോചനം കിട്ടിയില്ല. അവസാനം യോന പറയുന്നു, അതിന്റെ അവസാന ഭാഗം, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. എന്ത് വിളിച്ചു? യോനെ, നീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അരുളപ്പാട് കിട്ടിയപ്പോൾ നീ എന്ത് ചെയ്തില്ല? നീ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിലവിളിക്കേണ്ടി വരില്ലായിരുന്നു, അയ്യം വിളിക്കേണ്ടി വരില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു ബുദ്ധിയുപദേശം, ഒരു ആലോചന പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആലോചനകൾ തരുമ്പോൾ, കാഴ്ചപ്പാടുകൾ തരുമ്പോൾ, ദർശനങ്ങൾ തരുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. അല്ലെ? കൃത്യമായി ദൈവം നമ്മളോട് സംസാരിക്കും. ചില സന്ദർഭങ്ങൾ ദൈവം നമ്മളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കും. സ്തോത്രം. നമ്മുടെ ടിനു കഴിഞ്ഞ ദിവസം ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞ് മൊബൈലിലൊക്കെ പിടിച്ച് ആൾക്കാരെ കേൾപ്പിച്ചു. അവസാനം ആൾക്കാർ കേട്ടപ്പോ അത് ടിനുവിന്റെ ശബ്ദം തന്നെയായിരുന്നു. പുള്ളി പറഞ്ഞ ദൈവം മൊബൈലിൽ പിടിച്ചു. പ്രാർത്ഥന മുറിക്കകത്തിരുന്നു. മൊബൈലിൽ പിടിച്ചിട്ട് പുള്ളി പിന്നത്തെ ഇതില് ആയിരക്കണക്കിന് ആൾക്കാരുള്ള ചർച്ചാണ്. കാരണം അവിയൽ പരിപാടിയാണ്, ഉപദേശം പരിപാടികളൊന്നുമില്ല, ന്യൂ ജനറേഷൻ സ്റ്റൈലാണ്. അവസാനം പുള്ളി സ്റ്റേജൊക്കെ എറിയുന്നോണ്ട് ഇത് മൈക്ക് വഴി എന്ത് ചെയ്തു? കേൾപ്പിച്ചപ്പം ആൾക്കാരെല്ലാം കേട്ടത് ടീനുവിന്റെ ശബ്ദമാണ്. സ്വോത്രം. അവസാനം അത് മീഡിയ വഴി, ഫേസ്ബുക്ക് വഴി, ഇപ്പൊ യൂട്യൂബ് വഴി എല്ലാം കൂടെ കടന്ന് കറങ്ങി ആൾക്കാരെല്ലാം കൂടെ പുള്ളിയായിട്ട് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വോത്രം. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ അല്ല. ദൈവം നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും?
സംസാരിക്കും. സ്തോത്രം. ഇത് മറ്റുള്ളവരോട് കുറ്റം അല്ല ദൈവം സംസാരിക്കുന്നത്, നമ്മെ കുറിച്ചായിരിക്കും നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ദൈവം നമ്മളോട് പറയും. അല്ലാതെ എന്നെ വിളിച്ചിട്ട് സുരേഷെ ജേക്കബിനെ കണ്ടോ, പുള്ളി വളരെ മോശമാണെന്ന് പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം പറയും, സുരേഷെ നീ മോശം, നീ തെറ്റുകാരനാ എന്ന് ദൈവം പറയുള്ളൂ. അല്ലേ? ആദ്യം എന്നെ ദൈവം നിയന്ത്രിക്കും. കാരണം ഞാൻ എന്തല്ല, പൂർണ്ണ വിശുദ്ധനല്ല. മനസ്സിലാകുന്നുണ്ടോ? ആമേ തന്റെ തെറ്റുകൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടാണ്. അല്ലാതെ ആമേ സ്തോത്രം, ആമേ ഞാൻ ഇങ്ങനെ ഇരിക്കെ എന്നെ കൊണ്ട് മറ്റൊരാളെ ആമേ പറയിപ്പിക്കുന്ന പരിപാടിയൊന്നും ദൈവത്തിന് ഇല്ല. ദൈവം നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും. നമുക്ക് അരുളപ്പാടില്ലാതെ വരുമ്പോഴാണ് നമ്മൾ അരുളപ്പന്റെ അടുത്ത് കോലപ്പന്റെ അടുത്തൊക്കെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് അരുളപ്പാട് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേ സ്തോത്രം. ആര് പ്രവചിക്കുന്നു എന്ന് പറഞ്ഞാലും തലയെ തുണി ഇട്ടോണ്ട് നമ്മൾ തള്ളി അങ്ങ് പോവുകയാണ്. ഇന്ന് തലയ്ക്ക് നീട്ടി വെച്ച് രണ്ടു വാക്ക് പറഞ്ഞാൽ ആമേൻ അത് തീരുന്നത് വരെ ഒരു കുളിര്. സ്തോത്രം. പിറ്റേ ദിവസം ആവുമ്പോ നമ്മൾ ആര് പറഞ്ഞ ദൂതും പോയി, അത് ഓർമ്മയിൽ പോലും കാണില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞാൽ വചനം പഠിപ്പിക്കുന്നു, ഊവ് എന്നും ഇല്ല ഇല്ല. ഞാനൊരു സത്യം പറയാം, രക്ഷിക്കപ്പെട്ട് സഭാ ശുശ്രൂഷ തുടങ്ങിയിട്ട് 25 കൊല്ലമായി. 25 കൊല്ലം സഭാ ശുശ്രൂഷ തുടങ്ങിയിട്ട്. സ്തോത്രം. വളരെ ചെറുപ്പത്തില് കർത്താവ് എനിക്ക് ശുശ്രൂഷ തന്നതാണ്. ആമേ ഞാൻ പറയാം, ഒരുപാട് ഇങ്ങനെയുള്ള അരുളപ്പാടുകളൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, എന്റെ ജീവിതത്തില് ആമേ സ്തോത്രം അതൊന്നും വലുതായിട്ട് എന്ത് ചെയ്തിട്ടില്ല, എഫക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയാം, അത് നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങാത്തോണ്ടാണ്. ആമേ. പിന്നെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം നിറവേറ്റിയിട്ടുണ്ട്. സത്യമാണ് പറയുന്നത്. സ്തോത്രം. പിന്നെ എന്റെ ഓർമ്മയിൽ നമ്മുടെ ജസ്റ്റിൻ പാസ് നമുക്ക് എല്ലാവർക്കും അറിയാല്ല, പുള്ളി എന്നെ അറിയുന്നതിനും ഞാൻ പുള്ളി അറിയുന്നതിനും മുമ്പ് യാദൃശികമായിട്ട് പളുകല് നമ്മുടെ പഴയ ജോസ് പാസ്റ്ററുടെ വീട്ടിലൊരു പ്രാർത്ഥനയ്ക്ക് ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ അദ്ദേഹം തലയ്ക്ക് വെച്ച് ദൂത് പറഞ്ഞു. അത് 2-3 മാസത്തിനകത്ത് ആ ദൂത് നിറവേറിയാണ് ഞാൻ ഫസ്റ്റ് സൗദി യാത്ര പോകുന്നത്. സ്തോത്രം. പുള്ളി സ്പഷ്ടമായിട്ട് ആ ദൂത് പറഞ്ഞു. അതല്ലാതെ ഞാൻ പറയാം, കർത്താവ് പറഞ്ഞതല്ലാതെ വേറെ ആര് പറഞ്ഞത് ഇന്ന് വരെ പിന്നെ നമ്മൾ അതൊന്നും വലിയ മുഖവില എടുക്കാറില്ല. കാരണം ദൈവവചനം വായിച്ചു പഠിക്കുന്നവൻ അവനോട് ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അപ്പോ ഇത് കിട്ടുമ്പോൾ നമ്മൾ ഇതും വെച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇതിന്റെ നിവർത്തി ദൈവം നമ്മുടെ മുൻപിൽ ദൈവം അയക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവ് ദൂത് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ഉറങ്ങി എന്നല്ല വായിക്കുന്നത്. അവൻ ദൂത് പറഞ്ഞിട്ട് കർമ്മേലിന്റെ മലഞ്ചെരുവിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു ദൂത് നിറവേറാൻ വേണ്ടി. മഴ പെയ്യുമെന്ന് പറയിപ്പിച്ച ദൈവം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? മഴ പെയ്യും. പക്ഷെ ഏലിയാവ് ദൂതും പറഞ്ഞേച്ച് കർമ്മേലിന്റെ മലഞ്ചെരുവിൽ ചെന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി. സ്തോത്രം. ഭൃത്യനോട് പറഞ്ഞ ചെന്നു നോക്ക്, ദൈവം പറഞ്ഞ ദൂത് നിവർത്തിയാകാൻ സമയമായി, ചെന്നു നോക്ക്. പുള്ളി വന്ന് പറഞ്ഞതല്ല, 6 പ്രാവശ്യം വന്ന് പറഞ്ഞതും നെഗറ്റീവാണ്. ഒന്നുമില്ല. 6 പ്രാവശ്യം ഒന്നും ഇല്ല. 7ാമത്തെ വട്ടം വന്ന് പറഞ്ഞു, ഒരു കൈപോലൊരു മേഘം വന്നു. ഏലിയാവ് പറഞ്ഞു, നീ അത്രേ കണ്ടുള്ളൂ, ഞാൻ ഇത്രയും നേരം ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് നീ അത്രേ കണ്ടുള്ളൂ. എങ്കിലും വിശ്വാസത്തോടെ ഏലിയാവ് പറഞ്ഞു, നീ കൈപോലൊരു മേഘമാണ് കണ്ടതെങ്കിൽ ഞാൻ ഒരു വൻമഴയുടെ മുഴക്കം എന്റെ ചെവിയിൽ കേൾക്കുന്നു. വേറെ പ്രത്യേകതയോടെ ഉണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ ഭൃത്യന് ഏലിയാവുക പോയത്. പക്ഷെ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഏലിയാവ് മാത്രമാണ്. ഭൃത്യൻ പ്രാർത്ഥിക്കാനില്ല. പുള്ളി കടലിൽ ചെന്ന് നോക്കും, കരയിൽ വരും. അങ്ങ് ചെന്ന് നോക്കും, ഇങ്ങോട്ട് വരും. അത്ഭുതം വല്ലതും ഉണ്ടോന്ന് അവിടെ പോകും. അവിടെ ചെന്ന് നോക്കിയേച്ച് പറയും, ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം ഒന്നും നടന്നില്ല, ഓടി ഇവിടെ വരും. അടുത്ത ആഴ്ച അവിടെ ചെല്ലും, വല്ല അത്ഭുതമല്ലോ, അവിടെയും അത്ഭുതം ഒന്നും നടന്നില്ല, തിരിച്ചു വരും. 7ാമത്തെ പ്രാവശ്യം വന്ന് പറയാം, പ്രാർത്ഥിക്കാത്തവൻ പറഞ്ഞു കൈപോലൊരു ചെറിയ മേഘമേ ഉള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് ചെറിയ മേഘമാണെങ്കിൽ അതിനകത്തൊരു വലിയ മഴ പെയ്യാൻ പോകുന്നു. അരുളപ്പാട് കിട്ടിയവൻ അറിയാം ഒരു വൻമഴ പെയ്യുമെന്നുള്ളത്. ഞാനൊരു കൂടെ പറയാം, കർമ്മേലിലെ കണ്ണുനീര്, ഏലിയാവിന്റെ കർമ്മേലിലെ കണ്ണുനീര് പട്ടണത്തിൽ ഒരു വൻമഴയാക്കി ദൈവം അയച്ചു എങ്കിൽ രാത്രി ഞാൻ നിങ്ങളോട് പറയാ, അരുളപ്പാട് ദൈവം തരുമ്പോൾ, ആലോചന ദൈവം തരുമ്പോൾ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് അനുസരണമുള്ളവരാ ആ അരുളപ്പാട് തരുന്ന ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് പ്രാർത്ഥിക്കാനും തയ്യാറായ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തും. അതിന് യാതൊരു വ്യത്യാസമില്ല. നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഒരു കാലതാമസം കഴിയുമ്പോൾ ആ ദൂതം ചെയ്യും നിറവേറും. ദൈവം പറഞ്ഞതാണ് നിറവേറും എന്ന് പറഞ്ഞ നിറവേറും. അത് നിറവേറും. സ്തോത്രം. ദൈവം പറഞ്ഞ ആലോചന ദൈവം
നിറവേറ്റും. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് നിറവേറ്റും കുറെ കഴിയുമ്പോൾ. ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം, അത് നിറവേറുന്നതിന് മുമ്പ് യോനെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കും, യോനെ കൊണ്ട് ദൈവം നിലവിളിപ്പിക്കും. ആമേ. അവിടെ തീരുന്നില്ല. മൂന്നാമത് അവൻ അയ്യം വിളിച്ചെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് കരയേണ്ട സമയത്ത് കരഞ്ഞാൽ നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ കിടന്ന് എന്ത് ചെയ്യേണ്ടി വരും? നിലവിളിക്കേണ്ടി വരും. നിലവിളിക്കേണ്ട സമയത്ത് നിലവിളിച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കിടന്ന് എന്ത് ചെയ്യേണ്ടി വരും? അയ്യം വിളിക്കേണ്ടി വരും. അതുകൊണ്ട് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് എന്ത് ചെയ്യണം? യഹോവയെ അന്വേഷിക്കണം. ആമേൻ. സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ്? സമീപസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് രാത്രി ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കും. ദൈവത്തിന് നമ്മളൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് നടപ്പാക്കും. ഹല്ലേലൂയ. അത് നേടിയെടുക്കാൻ കഴിയുന്ന മാർഗം പ്രാർത്ഥന എന്നൊരു മാർഗം മാത്രമാണ്. അതുകൊണ്ട് രാത്രി ഈ വാക്കുകളുടെ മുൻപാകെ മേൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ വചനത്തിന് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ നമ്മൾ കേട്ടു. നമ്മുടെ ദൈവം ആരാണ്? വാഗ്ദത്തം ചെയ്യുന്ന ദൈവമാണ്. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷേ അത് നിവർത്തിക്കുന്നതിന് മുമ്പ് അനേക കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. രണ്ടാമതായി നമ്മൾ കേട്ടു, യോന ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചു. ദൈവ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച അരുളപ്പാട് അതിന്റെ നിവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ യോന യഹോവയുടെ സന്നിധി വിട്ട് ഓടി. ചില കൊടുങ്കാറ്റുകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. സ്തോത്രം. ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. വലിച്ചെറിയപ്പെടുന്ന അവസ്ഥകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. വിഴുങ്ങപ്പെടുന്ന അവസ്ഥകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഈ അവസ്ഥകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവന് മനസ്സിലായി, ഈ പ്രാർത്ഥിക്കാതെ ഒക്കുകയില്ല. അവൻ അന്നേരം അവന് മനസ്സിലായി, വെറും പ്രാർത്ഥന പോരാ, ഇനി നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കണമെന്നുള്ളത് അവന് മനസ്സിലായി. ഒന്ന് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പിന്നെയും യോനയ്ക്ക് മനസ്സിലായി, അവൻ പ്രാർത്ഥന പോരാ, നിലവിളി പോരാ, അവൻ ഈ അയ്യവിളിയുടെ അവസ്ഥയിലേക്ക് അവൻ എത്തപ്പെടുവാൻ അനുഭവത്തിലേക്ക് എത്തുമ്പോൾ മത്സ്യത്തോട് ദൈവം പറഞ്ഞു അവനെ കരയിലേക്ക് ഛർദ്ദിക്കുവാൻ. ആമേൻ. അവനെ എവിടെ എത്തിയിരുന്നു? ദൈവം ദൈവമൈതലേ, നമ്മൾ കൂലി കൊടുക്കാൻ നിൽക്കരുത്. അനേകരുടെ കണ്ണുനീരിന് കാരണമായി തീരരുത്. ആ നിമിത്തം അനേകരുടെ നന്മകൾ വലിച്ചെറിയപ്പെടരുത്. ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് രാത്രി